തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഉറപ്പായും പഠിക്കുകയും തിരുത്തുകയും വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒരുപാട് ഘടകങ്ങളിൽ ഒന്നു മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെന്നും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. UDF-ൽ പോകണം എന്ന അഭിപ്രായം CPI അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ CPI LDF-ൽ നിന്ന് നിലവിൽ വിടേണ്ട ആവശ്യമില്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബിനോയ് വിശ്വം പറയുന്നത്? പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു. അതേ വിമർശനങ്ങൾ CPIയും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാണോ അദ്ദേഹം സൂചിപ്പിക്കുന്നത്? ഗോപികൃഷ്ണൻ, മുഖ്യമന്ത്രിക്കെതിരെ അടക്കം പരോക്ഷ വിമർശനം നേരത്തെ CPI നേതൃയോഗങ്ങളിൽ ഉയർന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF-ൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ നിലവിൽ LDF-ൽ നിന്ന് CPI വിടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം സംശയലേശമന്യേ പറയുന്നുണ്ട്. അതേസമയം ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണെന്നും ഭാവി നടപടികൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ ഫലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അതിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ ചുറ്റിപ്പറ്റി മാത്രമല്ല ചർച്ച നടക്കേണ്ടത്, മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ പോരായ്മയായിരുന്നു. ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. പിണറായി വിജയൻ ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയാണ്. നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഉറപ്പായും പഠിക്കുകയും വേണമെങ്കിൽ തിരുത്തുകയും ചെയ്യുമെന്നുള്ള കാര്യം കൂടി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. അതേസമയം കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോനാണെന്നും അഭിമുഖത്തിൽ ബിനോയ് വിശ്വം പറയുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.